ഇന്ന് നമുക്ക് കുറച്ച് ക്രിസ്മസ് പിൻ ബാഡ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വൈറ്റ് എംസിയിലാണ്. ഞാൻ സാധാരണ നമ്മുടെ ഫെവിക്രിലിൻ്റെ എയർ ഡ്രൈ ക്ലേയും അതുപോലെ തന്നെ എംസിയിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ തൊട്ട് കൂടുതൽ എംസിയിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. പക്ഷേ മറ്റേ ഫെവിക്രിലിൻ്റെ ക്ലേ ഒക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ തന്നെ പോകണമല്ലോ. പിന്നെ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. പിന്നെ എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല, കുറച്ചുകൂടെ സ്മൂത്ത്ലി ഈസി ടു യൂസ് ആണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ ഒരു 9 ക്രിസ്മസ് പിൻ ബാഡ്സ് ഉണ്ടാക്കാനായിട്ട് 3 എംസിയിലാണ് മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചു 1-2 എണ്ണമൊക്കെ മതിയായിരിക്കും, പക്ഷേ കുറച്ചുകൂടെ വേണ്ടി വന്നു. ഒരു എംസിയിലുകൊണ്ട് ഞാനൊരു 5 പിൻ ബാഡ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സർക്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മളുടെ ചെറിയൊരു കറിപ്പാത്രത്തിൻ്റെ ഒക്കെ മൂടി വെച്ചിട്ട് ചെയ്ത് നോക്കി, പക്ഷെ അത് ശരിയാവുണ്ടായില്ല. ഏറ്റവും നല്ലത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് റൗണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം കുറച്ച് ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഈ ബാഡ്സിൻ്റെ ഒക്കെ സൈഡ് ഭാഗം കണ്ടിട്ടുണ്ടാവില്ല, ഒരു കർവ്ഡ് ആയിട്ടുള്ള എഡ്ജായിരിക്കും. അപ്പോൾ അതുപോലെ അങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പിന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാധാ സേഫ്റ്റി പിന്നാണ്. ഇതിന് വേറെ എന്തോ ഒരു പ്രത്യേക ഒരു പിന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ സേഫ്റ്റി പിന്നൊന്നും എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ ബാഡ്ജിനുള്ള ബേസസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്കിതിങ്ങനെ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഫെവിക്രിലിൻ്റെ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സാന്റാക്ലോസിൻ്റെ ഒരു മിനിയേച്ചർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് സാന്റാക്ലോസിൻ്റെ ക്യാപ്പിൽ ഇത്ര ഗ്ലോസി ലുക്ക് കിട്ടുന്നതെന്ന് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വാർണിഷോ ഫെവിക്കോളോ അല്ലെങ്കിൽ റെസിനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ പെയിൻറ്റ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ദർ ആർ 2 റീസൺസ്. ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടില്ല. ഡോട്ടിംഗ് പെൻ അല്ലെങ്കിൽ ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെയിൻറ്റിൻ്റെ എമൗണ്ടിനേക്കാളും കുറച്ചധികം പെയിൻറ്റ് ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പെയിൻറ്റ് നമ്മൾ വീണ്ടും കുപ്പിയിലോട്ട് തന്നെ ആക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ശരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ റെഡ് കളറിലുള്ള ആ ഒരു ബാഡ്ജ് വന്നിട്ട് നമ്മൾ ബ്രഷൊന്നും ഉപയോഗിക്കാണ്ട് ചെയ്തതാണ്. അതും ആ ഒരു ലൈറ്റ് പെയിൽ ഗ്രീൻ ആയിട്ടുള്ള ഒരു ബാഡ്ജില്ലേ, അത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. റെഡ് ഭയങ്കര ഗ്ലോസി ആയിട്ടിരിക്കുന്നു, പക്ഷേ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ടെക്സ്ചേർഡ് ആയിട്ട്. പിന്നെ ഓരോ ബാഡ്ജിനും തീമിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ക്ലേയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതും ഇപ്പറഞ്ഞ മെത്തേഡിൽ തന്നെയാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് റീത്ത്, പിന്നെ ഒരു ക്യാപ്പ്, സാന്റാ സ്റ്റിക്ക്, സാന്റാക്ലോസിൻ്റെ ഒരു ഫേസ്, അതുപോലെ തന്നെ ഒരു മിനി ഹോം കേക്ക്, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡെക്കറേഷൻസിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബേസിലേക്കും ഡെക്കറേഷൻ ഐറ്റംസ് ഒട്ടിച്ചു കൊടുക്കലാണ്. ഞാനപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സ് ക്വിക്കിൻ്റെ ഗ്ലൂ ആണ്. ക്ലേ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്ലെക്സ് ക്വിക്കിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പ്ലെയിൻ ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ എന്തുപോലെ. അപ്പോൾ ഞാൻ കുറച്ച് ഡോട്ടിങ് ആണ്, നമ്മുടെ ഡോട്ടിങ് പെൻ ഉപയോഗിച്ചിട്ട് കുറച്ച് വൈറ്റ് പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയാണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പിൻ ഇതിലായിട്ട് അറ്റാച്ച് ചെയ്യും. നമ്മൾ ക്ലേ ഡ്രൈ ചെയ്യണേക്കാളും മുന്നേ ജസ്റ്റ് സേഫ്റ്റി പിന്നിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ലേ, ആ ഭാഗത്ത് തന്നെയായിട്ട് നമ്മൾ ഫ്ലെക്സ് ക്വിക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നിറയെ കോഴികളാണ്, കോഴിയും കാക്കയും ഒക്കെ ഉണ്ട്. അതാണ് ഈ ഒരു ശബ്ദം ഇത്രയും ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട. പിന്നെ പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു ഫ്ലെക്സ് ക്വിക്ക് ഒഴിച്ചതിലേക്ക് നമ്മൾ സേഫ്റ്റി പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിനെ ഏൽപ്പിക്കുക. ഈ വരുന്ന ക്രിസ്മസ് സെലിബ്രേഷന് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഗിഫ്റ്റാണ് ഈ ഒരു ക്രിസ്മസ് പിൻ ബാഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ക്രിയേറ്റീവായിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാർഡ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കളർ ഷീറ്റ്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫൈനലി നമ്മുടെ പിൻ ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരാൾക്ക് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണാൻ, അടിപൊളിയാണോ, വർക്കിംഗ് ആണോ എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഗീവ് അവേ December 15 വരെയാണ്. അപ്പോൾ ഇതുവരെയും ഗീവ് അവേയുടെ ലോങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ നമ്മളുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി നമുക്കിതൊന്ന് വർക്കിംഗ് ആണോ നോക്കാം. നിക്ക് കുത്തി തരട്ടെ. നിക്ക് കുത്തിത്തരാം. ഇഷ്ടപ്പെട്ടാ? ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മോഡൽ. ഇതെൻ്റെ മോഡലും അസിസ്റ്റൻറ്റും ഒക്കെയാണ്. ഇഷ്ടപ്പെട്ടാ? ഇയാളിപ്പോൾ നടന്നൊക്കെ തുടങ്ങിയപ്പോഴേ ഇപ്പോൾ ഹൈറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും സെർച്ചിങ് ആണ്. പിന്നെ സെർച്ചിങ് കഴിഞ്ഞാൽ പിന്നെ ആകെ വലിച്ചു വരടലാണ്. ഈ സൈഡിൽ നിന്ന് ഞാൻ ഒതുക്കുമ്പോൾ ഈ സൈഡ് അവൾ ആകെ കൊള്ളാക്കി വെക്കുകയാണ്. ഈ ഷോർട്ട് വീഡിയോസിലൊന്നും കാണുന്ന ഭംഗിയൊന്നും ശരിക്കും എൻ്റെ ടേബിളിനില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബാഡ്ജ് ഉണ്ടാക്കുന്ന സമയത്ത് അവൾ കുറേ ട്രൈ ചെയ്തു ഇതൊന്നും കൈക്കലാക്കുക. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, ഞാൻ കൊടുത്തില്ല. എന്നിട്ട് ഞാനായിട്ട് ഇതൊന്നും കൊടുത്തപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായി. അതിൻ്റെ സന്തോഷം കുറച്ചു നേരം കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാണിച്ചെന്നുള്ള വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അറിയാലോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. പിന്നെ ഞാൻ വീണ്ടും റീപെയിൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.